ഓം വിഷ്ണുപ്രിയായൈ നമോ നമഃ. ഓം ധനപ്രദായൈ നമോ നമഃ. ഓം വിശ്വജനന്യൈ നമോ നമഃ. തിലകം ലലാടഫലകെ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് 84 വയസ്സെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അമ്മയുടെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിച്ചത്. അപ്പം അമ്മയുടെ സ്നേഹം ആവോളം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോഴാവുമ്പോഴും ആവുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ അതെ. പിന്നെ സിനിമാ ഫീൽഡിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വാക്ക് അമ്മയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ പാട്ടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അമ്മയുടെ ഒരു ടേസ്റ്റാണെന്ന് തോന്നുന്നു എനിക്ക്. അമ്മ ഓപ്പണായിട്ടൊന്നും പാടാറില്ലെങ്കിലും അമ്മയുടെ ഉള്ളിൽ സംഗീതമുണ്ട്. അപ്പോൾ അമ്മ സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അമ്മ പഠിപ്പിച്ചിട്ടുള്ള ചില ചെറിയ പാട്ടുകളൊക്കെ നമ്മളെ ചെറിയ ക്ലാസ്സുകളിലെ മത്സരത്തിനൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാർത്ഥനാഗാനം പോലെ അഞ്ജലികൾ ബദ്ധാഞ്ജലികൾ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പാട്ട് പഠിപ്പിച്ചു തന്ന കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ പഠിപ്പിച്ചു തന്നത്. അച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റിൻ്റെ അങ്ങേ അറ്റം. ചെറിയ കുട്ടിയാകുമ്പോൾ അച്ഛൻ ഓഫീസിൽ നിന്ന് ഫ്രണ്ട് ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ ഞാൻ മറ്റേ ഡോറിൽ കൂടെ അപ്പുറത്തേക്ക് പോകും. അത്രയും പേടിയായിരുന്നു അച്ഛന്. എന്താണെന്നറിയില്ല, അച്ഛൻ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. അതേപോലെ തന്നെ സോഫ്റ്റ് ആവുമായിരുന്നു. ഒരു അടിയൊക്കെ തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ കുറച്ച് നേരം കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് ഒരു കാഡ്ബറീസൊക്കെ വാങ്ങിത്തരും. ഇവിടെ അടുത്ത് രാമകൃഷ്ണൻ എക്സാം കഴിഞ്ഞാൽ സരിതരിക്ക് വരിക ഇതായത് അങ്ങനെ ഞങ്ങളുടെ അടുത്തു ഇങ്ങനെ പറയാൻ വിസിൻ്റെ എനിക്ക്. പിന്നെ കൃഷ്ണധരനായ ശേഷം പിന്നെ ധാരാളമായി. ഇയാൾക്ക് കുറച്ച് സംഗീതത്തെ ഇവരുടെ കുറച്ച് കമ്പുള്ള ടൈമാണ്. അപ്പോൾ കൃഷ്ണധരൻ വരും, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ വരും, അങ്ങനെ ഒരു സെറ്റ് ചെറുപ്പക്കാർ. അവരൊക്കെ സരിതയാണ് എല്ലാവരുടെയും ഒരു സങ്കേതം. അമ്മയുടെ എന്ന് വെച്ചാൽ അമ്മ ശരിക്കും ഒരു ഫ്രണ്ടിൻ്റെ മാതിരി തന്നെയായിരുന്നു. ഒട്ടും ഒരു അമ്മ ക്യാരക്ടറായിരുന്നില്ല ശരിക്കും അമ്മ. വൈകുന്നേരം ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്നാലൊക്കെ ഞങ്ങൾ വൈകുന്നേരം എന്നും ഇങ്ങനെ ഒരു തലമുടി വേറെടുക്കലുണ്ട്. അപ്പോഴാണ് അന്നത്തെ പേപ്പറത്തെ ന്യൂസുകളൊക്കെ അമ്മ എന്നോട് പറയും, ഞാൻ സ്കൂളിലത്തെ ന്യൂസൊക്കെ അമ്മയോട് പറയും. അമ്മയുടെ ചില ഉപദേശങ്ങൾ അതൊക്കെ ആ സമയത്താണ് എല്ലാം വന്നിരുന്നത്. ആ സമയത്തായിരുന്നു അതൊക്കെ ഞങ്ങളുടെ വലിയൊരു വർത്തമാനം നടന്നിരുന്ന ഒരു സമയമാണ് വൈകുന്നേരം. പിന്നെ ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴത്തെ അമ്മയുടെ എഴുത്തുകൾ അതൊരു എല്ലാ ആഴ്ചത്തെ എല്ലാ വർത്തമാനങ്ങളും ഉണ്ടാവും അതില്. ആക്ച്വലി ഞാൻ എപ്പോഴും അഞ്ചുമുറിയിൽ വന്നിട്ട് ഇപ്പോഴും കുറേ ലെറ്റേഴ്സ് ഉണ്ട് ആരുടെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നത്. മേമയുടെ ഒക്കെ തന്നെയാണ് തോന്നുന്നത് ചിലതൊക്കെ. അമ്മ ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. അമ്മയുടെ കാര്യം ഞാൻ പറയായിരുന്നു. അമ്മയുടെ ഇതുവരെ എനിക്ക് ചീത്ത കേട്ടിട്ടില്ല. ചീത്ത എന്നുള്ള സംഭവം അമ്മയുടെ എനിക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അച്ഛനെ മാത്രമായിരുന്നു പേടി. സാധാരണ ചീത്തകൾ അങ്ങനത്തെ ഒക്കെ ചില സാധാരണ വല്ല പഠിക്കാത്തേനോ അങ്ങനെയല്ലേ അങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ളത് അത്രയൊക്കെ ഉള്ളു. അല്ലാണ്ട് അമ്മമ്മയും ചീത്ത പറയുന്ന ആളൊന്നും ആയിരുന്നില്ല. അങ്ങനൊന്നും ആയിരുന്നില്ല. പൊതുവേ ഞങ്ങൾ നല്ല കുട്ടികളായിരുന്നുണ്ടാവാം ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും വലിയ ചീത്തയൊന്നും കേൾക്കാത്തത്. സംഗീതം സാഹിത്യം സംഗീതം സാഹിത്യം സരസ്വതീ നിൻ മിഴിണകൾ സംഗീതം സാഹിത്യം സരസ്വതീ നിൻ മിഴിണകൾ പ്രപഞ്ച സൃഷ്ടി സ്ഥിതിലയ രൂപിണി പ്രഫുല്ല തേജോരൂപിണി നീ സംഗീതം സാഹിത്യം സരസ്വതീ നീ മിഴിണകൾ. അമ്മ എന്നുള്ള ആ ഒരു സ്നേഹം അമ്മയുടെ നിന്ന് ഒരിക്കലും ഒരു അടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അച്ഛൻ്റെ നിന്ന് അതിന് പകരം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്.
പക്ഷെ അമ്മയുടെ എന്നൊരു കറുത്ത വാക്ക് പോലും ഇത്രയും കാലമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള അമ്മയാണ് എൻ്റെ അമ്മ. അവിടുത്തെ മുൻപിൽ ഞാനാര്, ദൈവമാര്, അമ്മേ അമ്മേ. അവിടുത്തെ മുൻപിൽ ഞാനാര്, ദൈവമാര്, അമ്മേ. ആദിയിൽ മാനവും ഭൂമിയും തീർത്തത് ദൈവമായിരിക്കാം. ആറാം നാളിൽ മനുഷ്യനെ തീർത്തതും ദൈവമായിരിക്കാം. ആ ദൈവത്തെ പെറ്റു വളർത്തിയതമ്മയല്ലോ അമ്മ. ആ ദൈവത്തെ എന്തായാലും മകൻ അമ്മയ്ക്ക് ആശംസകൾ നേരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും അമ്മയുടെ 84ാം ജന്മദിനം ഞങ്ങളെല്ലാവരും ഇവിടെ നമ്മൾ പറയില്ല അവൈലബിൾ കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ചില പറയില്ലേ, അതുപോലെ ഞങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും കൂടി ഞങ്ങൾ അമ്മയുടെ ശതാഭിഷേകം അടിച്ചു പൊളിക്കുക.